വേണ്ടേ? ഈ ഇരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടോണം. ഇത് ഇവിടെ ഈച്ച ഇല്ലാത്തതുകൊണ്ടാണ്. ഈച്ചയുള്ള സ്ഥലത്താണ് ഞാനിത് കൊണ്ടുവന്ന് അപ്പ ഈച്ച വരും. കാരണം ഇതാണ് 1 ലിറ്റർ. ഇവിടെ 154 രൂപ കൊടുത്താൽ ഫാമിലി പാക്ക് 1 ലിറ്റർ 5 ലിറ്റർ ഐസ്ക്രീം കിട്ടുമല്ലോ. 154 രൂപ. 154 രൂപയ്ക്ക് ഒരു ഫാമിലി പാക്ക് 5 പാക്കിലൂടെ 5 ലിറ്ററിന്റെ പാക്കറ്റ് നമുക്ക് തരണമെങ്കിൽ 1 ലിറ്ററിന്റെ വില എന്തുവായി? 30 രൂപ. 30 രൂപയ്ക്ക് ഒരു കടക്കാരൻ നമുക്ക് തരണമെങ്കിൽ ആ കടക്കാരൻ എത്ര രൂപയ്ക്ക് കിട്ടും? എത്ര? 20 രൂപ പിടിച്ചാൽ മതി. കാരണം അയാൾക്ക് വാടക വേണം, ഫ്രീസർ വേണം, കറണ്ട് ചാർജ് വേണം, വെള്ളത്തിന്റെ ചാർജ് വേണം, അതൊക്കെയുള്ള ജോലിയും വീലിയും ലാഭവും ഗീഭവും ടാക്സും ഫീക്സും എല്ലാം കൂടെ വരുന്നവർക്കെല്ലാം പിരിവും കൊടുക്കണം. അപ്പൊ 10 രൂപ പുള്ളിക്ക് കൊടുക്കും. ബാക്കി എത്രയുണ്ട്? 20. 20 രൂപയ്ക്ക് പുള്ളിയല്ലല്ലോ ഉണ്ടാക്കിയത്. ഒരു മാനുഫാക്ചർ വേണം, ആ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് വേണം, അയാളുടെ ലാഭം വേണം, അതിന്റെ ടാക്സ് വേണം, കപ്പ് വേണം, സ്റ്റിക്കർ വേണം, സ്പൂൺ വേണം, ഫ്രീസ് ചെയ്തൊരു വണ്ടി ഇവിടെ കൊണ്ടു കൊടുക്കാൻ വേണം. തൊഴിലാളികൾക്കെല്ലാം ശമ്പളം കൊടുത്ത് അയാളുടെ ലാഭം കൂടെ കൂട്ടി എത്ര രൂപ ആവി കൊടുക്കും? ഒരു 10 രൂപ പുള്ളിക്കും കൊടുക്കും. നീ എത്രയുണ്ട്? 10 രൂപയ്ക്ക് 1 കിലോ പച്ചക്കപ്പ കിട്ടുമോ? ഇല്ല. അതിനും 16 രൂപ. അപ്പൊ പച്ചക്കപ്പയും കാട്ടിയും വില കുറഞ്ഞ് തിന്നാൻ കൊള്ളാൻ സാധനം എന്തുണ്ട്? പണ്ട് നമ്മളെല്ലാം മൃഗങ്ങളെ കണ്ടിക്കുമ്പോൾ കുഴിച്ചിടുന്നൊരു സാധനമുണ്ട്. അതിപ്പോ വലിയ പീസ വലിയ 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 പേരിലൊക്കെയാണ് ഇപ്പൊ ഹോട്ടലുകളിൽ കയറിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? പാർട്സ്, പിന്നെ പോട്ടി, പേര് മാറ്റിയ കുടലും പണ്ടോ എന്ന് പറഞ്ഞാൽ അത് വൃത്തിയായിട്ട പേരാ. അപ്പൊ അതിന് നമ്മള് പേര് മാറ്റിയിട്ട് അതിന് എന്ത് കൊടുത്തു? എന്ത് സ്റ്റാൻഡേർഡായിട്ട് പറയുന്നല്ലോ. ഒരു പോട്ടിക്കറി വരട്ടെ അല്ലേ? ഒരു പാർട്സ് അല്ലേ? നിങ്ങൾ ഈ പാർട്സ് മേടിക്കുമ്പം അതിനകത്ത് ആ പോട്ടിയാണ് മണ്ണുത്തി കാർഷിക ഗവേഷണശാലയിലേക്ക് 10 രൂപയുടെ ഒരു ലെറ്റർ അയക്കുക വിവരാവകാശ നിയമപ്രകാരം. അവിടെ വീഴുന്ന പോട്ടികളെല്ലാം ആരൊക്കെ കൊണ്ടുപോകുന്നൊന്ന് തിരക്കുക. നല്ലത് കൊണ്ടുവന്ന ഹോട്ടലുകാരൻ, ബാക്കിയുള്ള വേസ്റ്റ് ഐസ്ക്രീംകാരൻ കൊണ്ടുപോകും. ഐസ്ക്രീമിനകത്ത് അതിനകത്ത് വരുന്ന സാധനങ്ങള് വാല്, ചെവി, നാക്ക്, മൂക്ക്, പിന്നെ മൂക്കള മുതൽ തലച്ചോറ് വരെയുള്ളത്, കുടലും പണ്ടവും അകിടിന്റെ വെള്ളത്തെ പശ, അതെല്ലാം കൂടെ ബാക്കി വരുന്ന വേസ്റ്റും ആമാശയം കണ്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് വലിച്ചു പറിക്കുന്ന ഒരു ബെന്നിനുണ്ട്, അറിയോ? അതൊന്നും ഇപ്പൊ കുഴിച്ചിടിയിലില്ല. അതെല്ലാം കൂടെ പുഴുങ്ങി അരച്ച് ഉണക്കി പൊടിച്ച് ബ്ലീച്ച് ചെയ്ത പൊടിയാണ് ബോട്ടിപ്പൊടി. ഇതാണ് ഐസ്ക്രീം ബേസ്. ഇതാണ് വായിലോട്ട് തിന്നുമ്പം നല്ല വഴുവഴുപ്പ് കൊഴുപ്പ് തരുന്നത്. മനസ്സിലായോ? എന്തോ നില്ല തീർന്നില്ല. അപ്പൊ ഈ പോട്ടിക്കകത്ത് നിങ്ങൾ ഈ പോട്ടി അറിയാലോ. പോട്ടിക്കകത്ത് ഏറ്റവും വലിയ തമാശ ഈ കന്നാലിയുടെയും ഒക്കെ കുടലിനകത്തിരിക്കുന്ന ചെറുകുടലിനകത്ത് നിന്ന് വൻകുടലിനകത്ത് ഇരിക്കുന്ന സാധനം എന്തുവാ? വൻകുടലിരിക്കുന്ന സാധനം എന്തുവാണ്? ചാണകം. അങ്ങനെ പറ, ഉറക്കെ പറ, ചാണകം. അപ്പൊ ഈ ചാണകം ഇവരെന്ത് ചെയ്യുന്നറിയോ? പറഞ്ഞ് കാണിച്ചരാം. ഇങ്ങനെ ഞെക്കും. മനസ്സിലായോ? അപ്പൊ ചീറ്റി പോകുന്ന ഇത്രയും ആരെങ്കിലും അതിനകത്ത് വയർ ബ്രഷ് ഇട്ട് കഴിയുന്നുണ്ടോ? എവിടെങ്കിലും കഴിയുന്നുണ്ടോ? അപ്പൊ ഈ വില്ലകളുണ്ട് ഇതിനകത്ത്. ഈ ആഹാരം വലിച്ചെടുക്കുന്ന വില്ലകളില്ലേ ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ. അതിന്റെ ഇടയ്ക്കിരിക്കുന്ന ചാണകം എന്ത് ചെയ്യും? ആർക്കെങ്കിലും കഴിയാൻ പറ്റുമോ? അപ്പൊ ഈ ചാണകം കൂടെ എന്ത് ചെയ്യുന്നു നമ്മള്? സംശയമുണ്ടോ? ഇല്ല. പക്ഷെ അത് മൃഗത്തിന്റെ പുറത്ത് പോത്ത് എരുമയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓക്കെ സമ്മതിക്കുന്നത്. ഈ പന്നിയുടെ വയറ്റിൽ എന്തോ ഇരിക്കുന്നേ? പോട്ടി എല്ലാത്തിന്റെയും ഉണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? ആ പന്നിയുടെ വയറ്റിൽ എന്തോ ഇരിക്കണേ? വേരകളല്ല. അത് എറണാകുളത്ത് വരുക നോക്കുക. രാവിലെ പിച്ചക്കാരനും പിന്നെ UP-ക്കാരും ബീഹാരികളും എല്ലാം അവരെ വീട്ടിൽ നിന്ന് കക്കൂസില്ല. അവരെല്ലാം രാവിലെ അവിടെ പോയിരിക്കും. വരുമ്പത്ത് കുറെ പന്നികളും വരും. அவங்க സാധനം സാധിച്ചു വെച്ചങ്ങ് പോകും. അങ്ങനെ മുനിസിപ്പാലിറ്റി ആയി. മനസ്സിലായോ? അവന്റെ വേസ്റ്റ് ഉണ്ടോ ഇതിനകത്ത്? പോട്ടി അവന്റെ കുടലുവിനകത്ത് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പുറത്ത് എന്താ പറയാത്തേ? ഉണ്ടാവുന്നല്ല, ഉണ്ട് എന്ന് പറയാ. പോട്ടിക്ക് എവിടെ കിട്ടിയാലും അവര് കളയോ? ഇതെല്ലാം കാശാ. അതും കൂടി ഇട്ടിനകത്ത് അരച്ച് അതും കൂടെ കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ത് വഴുവഴുപ്പുണ്ടോ? എന്താണ് ഈ സാധനം? എന്താ മക്കളെ? അല്ല, ഐസ്ക്രീമിന്റെ ഈ സാധനം എന്താണ്? ഇപ്പോ
പന്നിയുടെ കൊള്ളാതിരിക്കുന്നത്? ഉറച്ചൊന്ന് പറയും. ഓരോ കല്യാണത്തിനൊക്കെ കയറിയിരുന്ന് ആ ഊണെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അടിച്ചിട്ടാ ഇറങ്ങുന്നേ? ഐസ്ക്രീം എന്ന് പറയില്ല ഇനി. ഐസ്ക്രീം കാരണം ഇത്രയും പറയാൻ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടില് 400-500 രൂപയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് വേണ്ട.